ഹായ് മക്കളെ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കരിമീൻ കറിയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് കരിമീൻ തേച്ച് വൃത്തിയാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഉള്ളി, പിന്നെ കുതിർത്ത പുളി, അതായത് കുടംപുളി. പിന്നെ നമ്മൾ മല്ലിയും മുളകും മഞ്ഞളും കൂടി, മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചത് ചേർക്കുകയാണ്. നാടൻ രീതിയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ചട്ടിയിലേക്ക് അരച്ചത് ഒഴിക്കുന്നു. നമ്മൾ ഈ കറി തിളച്ച് പറ്റാൻ പാകത്തിന് വെള്ളം ആണ് ഒഴിക്കുന്നത്. കരിമീനാണ് നമ്മളിന്ന് നാടൻ രീതിയിൽ കറി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് അടപ്പയിലേക്ക് വയ്ക്കാം. നമ്മൾ ഇത് അടപ്പയിലേക്ക് വെച്ച് ഇനി നമ്മളിതിലേക്ക് കരിമീൻ ഇടുവാണ്. ഇത് തേച്ച് നുറുക്കി വെച്ചിരിക്കുന്ന കരിമീനാണ് നമ്മളിതിലേക്ക് ഇടുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ പുളി, കുതിർത്ത പുളിയാണ് ഇത്. നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ച പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നു. ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. വെള്ളം നല്ലതുപോലെ, ഒത്തിരി കട്ടി വേണ്ട, എന്നാൽ ഇച്ചിരി കുറുകിയിരിക്കണം. ഇത് നമ്മൾ നാടൻ രീതിയിൽ പണ്ടൊക്കെ കറി വയ്ക്കുന്ന രീതിയിലാണ്. ഇതിനി അടപ്പ് വെച്ച് മൂടി വയ്ക്കുന്നു. നമ്മളിപ്പോൾ ഇതൊന്ന് അടപ്പ് വെച്ച് മൂടി വയ്ക്കുന്ന. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വേകണം. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് നല്ലതുപോലെ പറ്റി. ഇനി ഇത് നമ്മൾ വാങ്ങി വെച്ചിട്ട് നമ്മൾ കടുക് വറുത്ത് വറയൊഴിക്കുകയാണ്. ഇനി നമ്മൾ ഈ മീൻകറിയിലേക്ക് വറ ഇടണം. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് ഇടുന്നു. നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മൾ ഉള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിച്ചേർന്ന് നമ്മളിത് ഉള്ളിയാണ് ഇട്ട് കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് മൂത്ത് കഴിയുമ്പോൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
പറ ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇപ്പം നമ്മുടെ നാടൻ രീതിയിലുള്ള കരിമീൻ കറിയാണ് ഇവിടെ റെഡിയായത്. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.